മംഗളമാംഗല്യം മംഗസുമംഗലിക. താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന്റെ 9ാമത് ഷോറൂം ഇനി അങ്കമാലിയിലും. 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ. ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം. തിരഞ്ഞെടുക്കുവാൻ 100-ലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ. കേരളത്തിൽ ആദ്യമായി ജർമ്മൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി, മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ. അന്ന് എന്നെ നോക്കി എല്ലാവരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ, അങ്കമാലി. അങ്കമാലിയുമായി അത്ര വലിയ ബന്ധമൊന്നുമില്ലാത്ത, അങ്കമാലിക്കാരോട് യാതൊരു ദ്രോഹവും ചെയ്യാത്ത വ്യക്തിത്വമായിരുന്നു കവി അക്കിത്തം. എന്നിട്ടും അദ്ദേഹത്തിന്റെ പേരിൽ അങ്കമാലി നഗരസഭ ചെയ്തുവച്ച ഒരു സ്മാരകത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണാം. 2020 ഈ പാപഭാരം ഉദ്ഘാടനം ചെയ്യാൻ വിധിക്കപ്പെട്ട കവി NK ദേശം ഇപ്പോൾ അങ്കമാലി കോതകുളങ്ങരയിൽ വിശ്രമ ജീവിതം നയിക്കുന്നുണ്ട്. അദ്ദേഹം ഈ വാർത്ത കാണാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മലയാളത്തിന്റെ അഭിമാനമായ കവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി പാലക്കാട് കുമരനല്ലൂർ സ്വദേശിയാണ്. അങ്കമാലിയുമായി അദ്ദേഹത്തിന് വലിയ വ്യക്തിബന്ധമൊന്നും ഉണ്ടാകാനിടയില്ല. എങ്കിലും കാവ്യലോകം അംഗീകരിച്ച ആ മഹത് വ്യക്തിത്വത്തെ ആദരിക്കാൻ അങ്കമാലി നഗരസഭ തയ്യാറായി എന്നതിൽ അഭിമാനിക്കാം. അങ്കമാലി സ്വകാര്യ ബസ് സ്റ്റാൻഡിനും റെയിൽവേ സ്റ്റേഷനും മധ്യേ 30 സെന്റോളം വരുന്ന സ്ഥലത്ത് 40 ലക്ഷത്തോളം രൂപ ചെലവിൽ അക്കിത്തം സ്മാരക സാംസ്കാരിക കേന്ദ്രം പണികഴിപ്പിച്ചു. 2020 നവംബർ 3 കവി NK ദേശം അക്കിത്തം സ്മാരക കേന്ദ്രം നാടിന് സമർപ്പിച്ചു. അന്നത്തെ നഗരസഭാ ചെയർപേഴ്സൺ MA ഗ്രേസി ആയിരുന്നു ചടങ്ങിൽ അധ്യക്ഷ. എന്നാൽ ഉദ്ഘാടനം നടത്തി 3 കൊല്ലം കഴിയുമ്പോൾ അക്കിത്തം സ്മാരക സാംസ്കാരിക കേന്ദ്രത്തിന്റെ അവസ്ഥ ഇങ്ങനെ. സംസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത നഗരസഭാ ഭരണസമിതികൾ കവി അക്കിത്തത്തെയും അങ്കമാലിക്കാരെയും ഒന്നാകെ അപമാനിച്ചു. ലക്ഷങ്ങൾ മുടക്കി പണികഴിപ്പിച്ച വിശാലമായ സ്റ്റേജിൽ ഒരു സാംസ്കാരിക നായകരുടെയും കാൽപാദം പിന്നീട് പതിഞ്ഞിട്ടില്ല. സാംസ്കാരിക കേന്ദ്രത്തിന്റെ അതിരുകളിൽ ചായം പുരട്ടിയ ടൈലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച നടപ്പാതകളും കോൺക്രീറ്റ് കട്ട വിരിച്ച മധ്യഭാഗവുമെല്ലാം പുറത്തു കാണാത്ത തരത്തിൽ കാടുകയറി കിടക്കുന്നു. എന്റെ നഗരം ഹരിത നഗരം എന്ന് ആലേഖനം ചെയ്ത വളർത്തുചെടികളുടെ രക്ഷാകവചം ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ തുരുമ്പിച്ചു കിടക്കുന്നു. ഒരു വശത്ത് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തുനിന്ന് വലിച്ചെറിയുന്ന മാലിന്യങ്ങളുടെ വലിയ കൂമ്പാരവും കാണാം. നടപ്പാതയോരങ്ങളിലും സ്റ്റേജിനു മുൻപിലും സ്ഥാപിച്ചിട്ടുള്ള വിളക്കുകാലുകൾ വെറും നോക്കുകുത്തികളായി നിലകൊള്ളുന്നു. എങ്കിലും മതിലിൽ തറച്ചു വച്ചിരിക്കുന്ന KSEBയുടെ മീറ്റർ ബോർഡിൽ ഒരു പച്ച വെളിച്ചം മിന്നി തെളിയുന്നുണ്ട്. ആർക്കും വേണ്ടാത്ത സാംസ്കാരിക കേന്ദ്രത്തിനു വേണ്ടി നഗരസഭ ഇപ്പോഴും കറണ്ട് ബിൽ അടച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തം. പൊതുപ്പണം അടിച്ചുമാറ്റാൻ വേണ്ടി മാത്രം ഒരു സാംസ്കാരിക കേന്ദ്രം നിർമ്മിക്കുക, അതിന് ഒരു പാവം കവിശ്രേഷ്ഠന്റെ പേരിടുക, ഉദ്ഘാടിച്ച ശേഷം അവിടേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുക. ഭരണസമിതികൾക്ക് സാംസ്കാരിക ബോധം ഇല്ലെങ്കിലും അങ്കമാലിക്ക് ഒരു സംസ്കാരമുണ്ട്. അതിനെ ചോദ്യം ചെയ്യുന്നതായി പോയി അക്കിത്തം സ്മാരക സാംസ്കാരിക കേന്ദ്രമെന്ന് പറയാതെ വയ്യ.
ഇടശ്ശേരി ജുവല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.